വെളിപ്പാട് പുസ്തകം 9-ാം അധ്യായം 5-ാമത്തെ വാക്യമാണ് ഇന്ന് നമ്മൾ പഠനത്തിന് വിധേയമാക്കുന്നത്. ആ വാക്യം വായിക്കുന്നു: അവരെ കൊല്ലുവാനല്ല 5 മാസം ദണ്ഡിപ്പാനത്രേ അതിന് അധികാരം ലഭിച്ചത്. അവരുടെ വേദന തേൾ മനുഷ്യനെ കുത്തുമ്പോഴുള്ള വേദന പോലെ തന്നെ. ഈ വാക്യം ആരംഭിക്കുന്നത് അവരെ കൊല്ലുവാനല്ല 5 മാസം ദണ്ഡിപ്പാനത്രേ അധികാരം ലഭിച്ചത്. സാധാരണ വെട്ടുക്കിളികൾ സസ്യങ്ങളെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇവിടെ നേരെ മാറ്റി മനുഷ്യരെ ഉപദ്രവിപ്പാനുള്ള അധികാരം ലഭിച്ചു. ദണ്ഡനത്തിൽ മരിക്കുകയില്ല എങ്കിലും മരണത്തെ അഭിമുഖമായി കാണുന്ന അവസ്ഥയാണ്. വടികൊണ്ടുള്ള ദണ്ഡനം കുറേയൊക്കെ സഹിക്കാം. വാളുകൊണ്ടുള്ള ശിക്ഷ തീരെ സഹിക്കാൻ പറ്റാത്തതാണ്. വടി വാളായി മാറുന്ന അനുഭവത്തെ ദണ്ഡനം എന്ന് പറയുന്നത് പോലെ അവരുടെ വേദന തേൾ മനുഷ്യനെ കുത്തുമ്പോഴുള്ള വേദന പോലെ തന്നെ ഉണ്ടാകും. 5 മാസം ഈ ജീവിയുടെ കുത്തൽ ഏൽക്കുമ്പോൾ മരണത്തെ ആഗ്രഹിക്കാത്ത മനുഷ്യർ അന്ന് ഉണ്ടാവുകയില്ല. 5 മാസം എന്ന പീഡനകാലം പരിമിതവും ഹ്രസ്വവുമായ ഒരു കാലഘട്ടത്തെ സൂചിപ്പിക്കുന്നു. വെട്ടുക്കിളിയുടെ ആയുർദൈർഘ്യം 5 മാസം ആയതിനാലാവണം ഈ കാലപരിധി നിശ്ചയിച്ചിരിക്കുന്നത് എന്ന് വേദപഠിതാക്കൾ അഭിപ്രായപ്പെടുന്നു. വെളിപ്പാട് പുസ്തകം 9-ാം അധ്യായം 5-ാം വാക്യത്തെ വിശാലമായ വിവരണമാണ് നൽകിയത്. അതിനെ പോയിൻ്റായിട്ട് നമുക്ക് ഒരിക്കൽ കൂടി ചിന്തിക്കാം. ഈ വാക്യം 5-ാം കാഹളത്തിൻ്റെ ന്യായവിധിയുമായി ബന്ധപ്പെട്ടതാണ്. അഗാധ കൂപത്തിൽ നിന്ന് പുറപ്പെട്ട വെട്ടുക്കിളികൾ, അവയ്ക്ക് ദൈവം അവരെ ന്യായവിധിയുടെ ഉപകരണങ്ങളായിട്ട് ഉപയോഗിക്കുന്നു. ഒന്നാമതായി ഈ വാക്യത്തിൽ കാണുന്നത് കൊല്ലുവാൻ അല്ല എന്നുള്ളതാണ്. ദൈവം അവർക്ക് മനുഷ്യരെ കൊല്ലുവാനുള്ള അധികാരം നൽകിയില്ല. ഇത് ദൈവത്തിൻ്റെ ന്യായവിധിക്ക് പരിധിയുണ്ട് എന്ന് കാണിക്കുന്നു. ദൈവം ശിക്ഷിക്കുമ്പോഴും അവൻ്റെ നിയന്ത്രണത്തിലാണ് കൊല്ലുവാനല്ല എന്ന പ്രയോഗം ചൂണ്ടിക്കാണിക്കുന്നത്. അടുത്തതായി രണ്ടാമതായി കാണുന്നത് 5 മാസം ദണ്ഡിപ്പാൻ. 5 മാസം എന്നത് നേരത്തെ ഓർപ്പിച്ചതുപോലെ സാധാരണ വെട്ടുക്കിളിയുടെ ജീവിതകാലഘട്ടത്തോട് ബന്ധപ്പെട്ട ഒരു കാലപരിധിയായിരിക്കാം. ചില വ്യാഖ്യാതാക്കൾ ഇതിനെ അക്ഷരികമായ 5 മാസം എന്ന് കാണുമ്പോൾ മറ്റു ചിലർ പരിമിതമായ ഒരു ന്യായവിധിയുടെ പ്രതീകമായി കാണുന്നു. മൂന്നാമതായി ഈ വാക്യത്തിൽ കാണുന്നത് തേളിൻ്റെ കുത്തേറ്റ മനുഷ്യൻ്റെ പീഡ പോലെ. തേളിൻ്റെ കുത്ത് അത്യന്തം വേദനാജനകമാണ്. ഇവിടെ പറയുന്ന പീഡനം മരണമല്ല, എന്നാൽ മരണത്തെ ആഗ്രഹിക്കുന്ന കഠിനമായ വേദനയാണ്. ഇത് ആത്മീകവും മാനസികവും ശാരീരികവുമായ കഷ്ടതകളെ സൂചിപ്പിക്കുന്നു എന്ന് ചില വേദപഠിതാക്കൾ അഭിപ്രായപ്പെടുന്നു. ഈ വാക്യത്തിൽ നിന്നുള്ള ആത്മീകമായ പഠനം ദൈവത്തിൻ്റെ മുദ്രയില്ലാത്തവർ ന്യായവിധിക്ക് വിധേയരാകുന്നു എന്നുള്ളതാണ്. ദൈവം തൻ്റെ ജനത്തെ സംരക്ഷിക്കുവാൻ ശക്തനാണ്. മാനസാന്തരത്തിനുള്ള അവസരം ലഭിച്ചിട്ടും ദൈവത്തെ നിരസിക്കുന്നവർക്കുള്ള മുന്നറിയിപ്പാണ് ഈ ന്യായവിധി. ദൈവത്തിൻ്റെ ന്യായവിധി നിയന്ത്രിതവും നീതിപൂർവവുമാണ്. അവൻ അനുവദിക്കുന്നതിലധികം ഒന്നും സംഭവിക്കുന്നില്ല. ദൈവത്തെ നിരസിക്കുന്ന ലോകത്തിന്മേൽ വരുന്ന കഠിനമായ ന്യായവിധിയാണ് ഇവിടുന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. നാളെ നമുക്ക് വെളിപ്പാട് പുസ്തകം 9-ാം അധ്യായം 6-ാമത്തെ വാക്യ പഠനത്തിന് വിധേയമാക്കാം. താങ്ക് യു സോ മച്ച്.